ഹായ് ഫ്രണ്ട്സ്, വീടും തൊടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് അഥവാ കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന കുരുമുളക് നമ്മുടെ എല്ലാ വീടുകളിലും നിത്യമായി ഉപയോഗിക്കുന്ന ഒരു വിഭവമാണ്. നമുക്ക് ആവശ്യമായ കുരുമുളക് 4-5 ചട്ടികളിൽ നിന്ന് വിളവെടുക്കുന്ന രീതിയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ കുരുമുളക് വളർത്തിയെടുത്താൽ വർഷം മുഴുവൻ നമുക്ക് പച്ച കുരുമുളകും ഉണക്ക കുരുമുളകും യഥേഷ്ടമുണ്ടാക്കാം. മാത്രമല്ല, മരത്തിൽ കയറാതെ തന്നെ കയ്യെത്തും ദൂരത്തു നിന്ന് നമുക്ക് ഇത് പറിച്ചെടുക്കാം. ടെറസിലും അടുക്കള തോട്ടത്തിലും ഫ്ലാറ്റുകളുടെ ബാൽക്കണിയിലും തൊടിയിലും പൂന്തോട്ടത്തിലും എല്ലാം നമുക്ക് വളർത്തിയെടുക്കാവുന്ന വിഷരഹിതമായ കുരുമുളക് നമുക്ക് സ്വന്തമായി തന്നെ നമ്മുടെ വീട്ടുവളപ്പിൽ ഉണ്ടാക്കാം. താങ്ങുകാലുകളിൽ പടർന്നു വളരുന്ന വള്ളിച്ചെടിയായ കുരുമുളകിനെ കുറ്റിച്ചെടിയാക്കി ചെടിച്ചട്ടികളിൽ വളർത്തിയെടുക്കുന്ന രീതിയാണിത്. കുറ്റിക്കുരുമുളക് അഥവാ ബുഷ് പെപ്പർ എന്നാണ് ഇതിനെ പറയുന്നത്. നന്നായി വളരുന്ന ഒരു കുറ്റിക്കുരുമുളകിന് വെളിയിൽ 1000 മുതൽ 5000 രൂപ വരെ മോഹവില കൊടുക്കേണ്ടി വരും. അത് നമുക്ക് സ്വന്തമായി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് ഞാനിവിടെ കാണിച്ചു തരാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക. ബുഷ് പേപ്പർ വളർത്തിയെടുക്കാൻ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു നല്ല മദർ പ്ലാന്റ് തിരഞ്ഞെടുക്കുക എന്നതാണ്. മദർ പ്ലാന്റ് തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ തിരഞ്ഞെടുക്കുന്ന കൊടി നന്നായി കായ്ക്കുന്നതും പാർശ്വശാഖകൾ ധാരാളം ഉള്ളതും തിരികൾക്ക് നല്ല നീളവും നല്ല മണിപിടുത്തവും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കീടാക്രമണങ്ങൾ ഒട്ടും ഇല്ലാത്ത കൊടിയുമായിരിക്കണം. മദർ പ്ലാന്റിനായി നാം തിരഞ്ഞെടുക്കേണ്ടത് നമ്മുടെ തൊടിയിൽ നിന്നോ സുഹൃത്തുക്കളുടെ അടുത്ത് നിന്നോ ഇത് കണ്ടെത്താം. നിങ്ങൾക്ക് കൊടി കിട്ടിയില്ലെങ്കിൽ നല്ലൊരു കുറ്റിക്കുരുമുളക് ചെടിയിൽ നിന്ന് ധാരാളം തൈകൾ ഉണ്ടാക്കിയെടുക്കാം. ചെറിയ ഇലകളും നിറയെ തിരികളുമുള്ള കരിമുണ്ടയാണ് കുറ്റിക്കുരുമുളകിന് പറ്റിയ ഇനം. ഏറെക്കുറെ ഇതേ ഗുണമുള്ള നീലമുണ്ടിയും അത്യുൽപാദന ശേഷിയുള്ള പന്നിയൂർ 1, പന്നിയൂർ 2, പന്നിയൂർ 5, വിജയ് എന്നീ ഇനങ്ങളും കുറ്റിക്കുരുമുളകിന് ഏറ്റവും മികച്ച ഇനങ്ങളാണ്. ഇപ്രകാരം സെലക്ട് ചെയ്ത ഒരു മദർ പ്ലാന്റാണിത്. അനുയോജ്യമായ നടീൽ വസ്തു മുറിച്ചെടുക്കുകയാണ് നമ്മുടെ ആദ്യത്തെ ഘട്ടം. കണ്ണിത്തലകൾ അഥവാ പാർശ്വശിഖരങ്ങളാണ് നടീൽ വസ്തുവായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. കണ്ണിത്തലകൾ ഉപയോഗിച്ച് കിളിപ്പിക്കുന്ന തൈകൾ മാത്രമേ കുറ്റിയായി വളരുകയുള്ളൂ. അതുപോലെ കുരുമുളക് കൊടിയുടെ പാർശ്വശിഖരങ്ങളിൽ നിന്നാണ് തിരിയും മണിയും ഉണ്ടാകുന്നത്. ഈ 2 ഗുണങ്ങൾ ലഭിക്കാനാണ് നമ്മൾ പാർശ്വശിഖരങ്ങൾ സെലക്ട് ചെയ്യുന്നത്. 3 മുതൽ 5 മുട്ടുള്ള കണ്ണിത്തലകൾ വേണം നമ്മൾ മുറിച്ചെടുക്കേണ്ടത്. വേരുകൾ പൊട്ടുന്നത് ഈ മുട്ടിൽ നിന്നാണ്. നല്ല മൂർച്ചയുള്ള കത്തിയോ ബ്ലേഡോ ഉപയോഗിച്ച് നമുക്ക് ഇത് മുറിച്ചെടുക്കണം. മുറിച്ചെടുത്ത ശിഖരങ്ങൾ വാടാതിരിക്കുക ഉടൻ തന്നെ നമ്മൾ തണലിലേക്ക് മാറ്റണം. മുറിച്ചു വെച്ച നടീൽ വസ്തു കോപ്പർ ഓക്സിക്ലോറൈഡിൽ ലായനിയിൽ നമ്മൾ മുക്കി വയ്ക്കുകയാണ്. 0.2 കോപ്പർ ഓക്സിക്ലോറൈഡ് ഞാനിവിടെ കലർത്തി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഈ നടീൽ വസ്തു വയ്ക്കുകയാണ്. ഇതൊരു നല്ല അണുനാശിനിയാണ്. ഇങ്ങനെ നമ്മൾ മുക്കി വയ്ക്കുന്ന വഴി ഇത് അണുക്കൾ നന്നായിട്ട് മാറും. ഏകദേശം 30 മിനിറ്റ് നമ്മളിങ്ങനെ മുക്കി വെച്ചിട്ട് നട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. കുരുമുളക് നടാനുള്ള നടീൽ മിശ്രിതമാണ് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ മണ്ണ്, മണൽ, ചാണകപ്പൊടി എല്ലാം കൂടെ 2:1:1 എന്ന റേഷ്യോയിൽ നമ്മൾ മിക്സ് ചെയ്ത് വയ്ക്കാൻ പോകണം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ട്രൈക്കോഡെർമയും ചേർക്കും. അത് ദ്രുതവാട്ടം തടയാൻ വേണ്ടിയാണ് നമ്മൾ ട്രൈക്കോഡെർമ ചേർത്തുന്നത്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇത് മിക്സ് ചെയ്യണം. ഇത് മിക്സ് ചെയ്ത് തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്പാരൻറ്റ് പ്ലാസ്റ്റിക് കൂടുകളിൽ നിറച്ച് വയ്ക്കാം. നമുക്ക് ഇങ്ങനത്തെ ചെറിയ പ്ലാസ്റ്റിക് കവറുകളിലാണ് നമ്മൾ നടുന്ന അഭികാമ്യം. ട്രാൻസ്പെറൻറ്റ് കവറുകളായ നല്ലതാണ്. കാരണം എന്തെന്ന് വെച്ചാൽ നമുക്ക് വേര് പിടിച്ചോ എന്ന് അറിയാൻ വേണ്ടി പറ്റും നമുക്ക് ട്രാൻസ്പാരൻറ്റ് കവർ ഉപയോഗിച്ചാൽ. അതല്ലാതെ തന്നെ നമുക്ക് സാധാരണ കവറുകളോ അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങിച്ച കവറുകളോ ഉപയോഗിക്കണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇത് നമുക്ക് അറിയാൻ വേണ്ടി മാത്രമാണ്. ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത മണ്ണ് ഇടുകയാണ്. ഏകദേശം പകുതിയോളം നടച്ചാൽ മതി. കാരണം നമ്മൾ ഇനിയും വളപ്രയോഗം നടത്തുന്നുണ്ട്. നടീൽ മിശ്രിതം നിറച്ച് കഴിഞ്ഞു. നമുക്ക് വേനൽക്കാലത്ത് നമുക്ക് കുറച്ചുകൂടെ ചകിരിച്ചോറോ എന്തെങ്കിലും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഈർപ്പം നിലനിർത്താൻ സഹായിക്കും. ഇതിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണം. അതുകൊണ്ട് നമ്മൾ ഇത് ഫില്ല് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ഇതിൻ്റെ താഴത്തായിട്ട് ഹോൾസ് ഇടണം. അപ്പോൾ ഹോൾസ് ഇടണ വഴി നമുക്ക് ഇതിൽ കെട്ടി നിൽക്കാതിരിക്കാൻ നോക്കാം. മിശ്രിതത്തിൽ നമ്മൾ മുറിച്ച് വെച്ച തണ്ട് വെക്കണം മുമ്പേ അതിനെ നമുക്ക് ഒരുക്കേണ്ടതായിട്ടുണ്ട്.
അപ്പോൾ ഇതിന് നമ്മൾ അഗ്രഭാഗത്തിലുള്ള ഇല മാത്രം ശേഷിപ്പിച്ച് ബാക്കിയുള്ള ഇലകളെയും നമ്മൾ മുറിച്ച് മാറ്റുകയാണ്. അതുകൂടാതെ തന്നെ നമ്മൾ ഈ താഴത്തെ മൊട്ടിനെ നമ്മൾ സ്ലാൻഡിങ് രീതിയിൽ ഇങ്ങനെ മുറിച്ച് മാറ്റും. ഈ മുറിച്ച് മാറ്റി കഴിഞ്ഞ് നമ്മൾ ബാക്കിയുള്ള ഇലകളും കത്തിരി കൊണ്ട് മുറിച്ച് മാറ്റുകയാണ്. നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഇലകൾ മുറിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് നടിയിൽ വസ്തുവിലേക്ക് മാറ്റി നടുമ്പോൾ ഇത് ചിലപ്പോൾ കാറ്റ് കൊണ്ട് താഴെ വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് കാറ്റത്ത് ആടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇലകളൊക്കെ മുറിച്ച് മാറ്റുന്നത്. അപ്പോൾ അഗ്രഭാഗത്തിലെ ഇലകൾ മാത്രം വെക്കുകയാണ് നമ്മൾ. കാരണം ഇതിൻ്റെ ഈർപ്പം നിലനിർത്താൻ ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെ പാകപ്പെടുത്തിയ തണ്ടുകൾ നമ്മൾ ഒരു ഗ്രോത്ത് ഹോർമോണിൽ 45 സെക്കൻഡ് മുക്കി വയ്ക്കുകയാണ്. ഇവിടെ ഞാൻ ഗ്രോത്ത് ഹോർമോണായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഇൻഡോൾ ബ്യൂട്രിക് ആസിഡാണ്. ഇത് കൂടാതെ തന്നെ നമുക്ക് കെരാഡിക്സ് ഉപയോഗിക്കാം. ഇത് രണ്ടും നിങ്ങൾക്ക് അവൈലബിലിറ്റി ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ലഭിക്കുന്ന ഗ്രോത്ത് ഹോർമോൺസ് ഉപയോഗിക്കാം. ഇൻഡോൾ ബ്യൂട്രിക് ആസിഡ് നിങ്ങൾക്ക് ലഭ്യമല്ലെങ്കിൽ നിങ്ങൾക്ക് നാച്ചുറലായിട്ട് ലഭിക്കുന്ന ചിരട്ടക്കരിയോ അലോവേറ ജെല്ലോ അല്ലെങ്കിൽ തേനോ ചിരട്ടക്കരിയോ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഞാനിവിടെ രണ്ടും ഇട്ടിട്ടുണ്ട്. 1 കപ്പിൽ ഇൻഡോൾ ബ്യൂട്രിക് ആസിഡും 1 കപ്പിൽ അലോവേറയാണ്. ഇനി നമുക്ക് നടാം. ഇത് ഇപ്പോൾ മിശ്രിതത്തിൽ നിന്ന് നമ്മൾ മാറ്റുകയാണ്. ഇനി ഇവിടെ ഒരു കുഴി ഒഴിക്കുകയാണ്. കമ്പ് കൊണ്ട് ഒരു കുഴി ഒഴിക്കുക. കുഴി ഒഴിച്ചിട്ട് അതിൽ നമ്മൾ ഇത് പതുക്കെ വയ്ക്കുക. എന്നിട്ട് നന്നായി ഉറപ്പിക്കുക. കുറ്റിക്കുരുമുളക് നട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ചെറുതായിട്ട് ഇതിന് സ്പ്രേ അടിച്ചു കൊടുക്കുക. വെള്ളം ചെറിയ ഈർപ്പം മതിയാവും. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. ആദ്യ 15 ദിവസങ്ങളിൽ നട്ട ചെടി നന്നായി പരിപാലിക്കണം. 3 നേരം ചെറിയ നന നമുക്ക് നൽകേണ്ടി വരും. വേര് പിടിച്ച് വളരുമ്പോൾ വളമായി നമുക്ക് ഓരോ ആഴ്ച ഇടവിട്ട് 15 ഗ്രാം കടലപ്പിണ്ണാക്കും 30 ഗ്രാം വേപ്പിൻ പിണ്ണാക്കും ചേർത്ത് കൊടുക്കാം. ഇത് 1 മാസം മുമ്പേ ഞാൻ നട്ട കുറ്റിക്കുരുമുളകാണ്. ഇപ്പോൾ ഇതിൽ നന്നായിട്ട് ഇല വന്നിട്ടുണ്ട്. 4 മാസം വളർന്നു കഴിയുമ്പോൾ കുറേ കൂടെ വലുതായ ഒരു കവറിലേക്കും പിന്നീട് വലിയ ഒരു ചെടിച്ചട്ടിയിലേക്കോ വീപ്പയിലേക്കോ അല്ലെങ്കിൽ തൊടിയിലെ ഇടവേളയായോ നമുക്ക് നടാം. മാറ്റി നടുന്ന ഘട്ടത്തിൽ അടിവളം നൽകാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായി പരിപാലിച്ചാൽ ഒരു ചെടിയിൽ നിന്ന് നമുക്ക് 1 മുതൽ 2 കിലോയോളം മുളക് ലഭിക്കും. ഏത് ഓഫ് സീസണിലും നമുക്ക് വിളവ് ലഭിക്കുന്നതാണ്. നമുക്ക് 50% സൂര്യപ്രകാശമെങ്കിലും ഇതിന് ലഭിക്കത്തക്ക രീതിയിലുള്ള സ്ഥലത്ത് വേണം ഇത് മാറ്റി നടാൻ. വളരെ കാലം നമ്മൾ വളർത്തിയെടുക്കുന്ന ചെടി നന്നായിട്ട് നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും ഇത് നന്നായിട്ട് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വീടുകളിൽ കുറ്റിക്കുരുമുളക് വളർത്തുക. വർഷം മുഴുവനും നിങ്ങൾക്ക് വിഷരഹിതമായിട്ടുള്ള കുരുമുളക് കയ്യെത്തും ദൂരത്തും നിങ്ങൾക്ക് ലഭിക്കും. ഇതുകൂടാതെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ വളർത്തുന്ന വഴി നിങ്ങൾക്ക് ഓരോ ഒക്കേഷൻസിലും നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഇത് പങ്കുവയ്ക്കാനും ഇത് നല്ലൊരു ഗിഫ്റ്റായിട്ട് കൊടുക്കാനും പറ്റും. പിന്നെ നിങ്ങൾക്ക് ഇതൊരു ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വരുമാന മാർഗമായിട്ടും നിങ്ങൾക്ക് ഇത് ചൂസ് ചെയ്യാം. ഇങ്ങനത്തെ കൃഷി രീതികൾ ഫോളോ ചെയ്യണ വഴി നമ്മുടെ മനസ്സിനൊരു ആത്മസംതൃപ്തി കിട്ടും. നമ്മൾ വളർത്തിയെടുക്കുന്നതും അതിൽ നിന്ന് കിട്ടുന്ന കായ്മണികളും കിട്ടുമ്പോൾ സന്തോഷം നമുക്ക് കിട്ടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണ വഴി എൻ്റെ നെക്സ്റ്റ് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. ഈ കൃഷി അറിവുകൾ മറ്റ് സുഹൃത്തുക്കൾക്കും നിങ്ങൾ ഷെയർ ചെയ്യണ വഴി അവർക്കും കൃഷി അറിവുകൾ ലഭിക്കും. അപ്പോൾ ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഗുഡ് ബൈ.